മാലാഖ ഇവിടുന്ന് പോവോ? ആ, നീ ദേവിക എങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ദേവിക പോവും. മാലാഖ എന്നെ വിട്ടിട്ട് പോവോ? എന്നെ വിട്ടിട്ട് പോവല്ലേ മാലാഖ, എങ്ങോട്ടും പോവല്ലേ? എടാ, നിന്റെ മാലാഖ നിന്നെ വിട്ട് പോകാതിരിക്കണമെങ്കിൽ നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. നീ ദേവികയെ ശല്യപ്പെടുത്തരുത്. അനുസരിക്കാം, അച്ഛനമ്മയും പറയുന്ന എല്ലാം അനുസരിക്കാം. പക്ഷെ മാലാഖ ഞാൻ ശല്യപ്പെടുത്തേയില്ല. മാലാഖ എന്നെ തനിച്ചാക്കിട്ട് എവിടെയും പോവല്ലോ കേട്ടോ. പോവോ മാലാഖ? കുട്ടന്റെ കാര്യത്തിൽ ദേവിക ധൃതി പിടിക്കണ്ട. ഇനി കുട്ടൻ ദേവികയെ ശല്യപ്പെടുത്തില്ല, അല്ലേ സിദ്ധു? ഇല്ല ഇല്ല, ഞാൻ ശല്യപ്പെടുത്തില്ല. ഈ കുടുംബം മുഴുവൻ ദേവികയോടൊപ്പം ഉണ്ടാവും. തീരുമാനം എടുക്കേണ്ടത് ദേവിക. ദേവിക നല്ലൊരു തീരുമാനം എടുക്കണം. ആലോചിച്ച് വളരെ സാവധാനം തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. ദേവിക ഒന്ന് ആലോചിക്കുക. സിദ്ധുവാ, ആരുടെ ശല്യമില്ലാതെ ദേവിയെ കുറച്ചേനെ തനിച്ചിരിക്കട്ടെ. വാ. മോനെ, മോന്റെ മാലാഖ ഇപ്പൊ വല്ലാത്ത വിഷമത്തിലാണുള്ളത്. അത് മോൻ മനസ്സിലാക്കണം. മാലാഖ എന്തിനാ വിഷമിച്ചിരിക്കണേ? മാലാഖയുടെ അമ്മ ഇവിടെ വന്ന് മാലാഖ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാ? അല്ല, ഈ മാലാഖയുടെ അമ്മ എന്തിനാ ഇവിടെ വന്ന് വഴക്കൂടിയേ? അച്ഛാ, ദേ അമ്മ കരയണു. അമ്മ എന്തിനാ കരയണേ? മാലാഖ സങ്കടപ്പെട്ടിരിക്കണോണ്ടാണോ അമ്മ കരയണേ? ഒന്നുമില്ലടാ, ഒന്നുമില്ല. മാലാഖ വിഷമിച്ചിരിക്കുകയാണെന്ന് മോന് മനസ്സിലായോ? എങ്കിൽ ഇനി മോനായിട്ട് മാലാഖയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാക്കരുത്. ഇല്ല. തൽക്കാലം മോൻ മാലാഖയുടെ മുറിയിലൊന്നും പോകാതെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണം. അപ്പോ എനിക്കിനി മാലാഖയുടെ റൂമിൽ പോകാൻ പറ്റൂല? ഞങ്ങൾ പറയുന്നത് വരെ മോൻ അവിടെ പോകണ്ട. നിന്നോട് എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം എന്ന് എനിക്കറിയില്ല. ദേവിക്ക് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ട സമയം ഇത്. അവൾ അവളുടെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിച്ചതിന് പകരം അവളെ സഹായിക്കേണ്ട സമയം. നീ പറഞ്ഞതൊക്കെ സിദ്ധുവിന് എങ്ങനെ അറിയാനാ? മോൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മാലാഖയെ ശല്യപ്പെടുത്താതിരുന്നാ മതി. ഇനി ഞാൻ ഒരിക്കലും മാലാഖയെ ശല്യപ്പെടുത്തൂല അച്ഛാ. നല്ല കുട്ടിയായിട്ട് ഞാൻ ദേ ഇവിടെ ഇരുന്നോളാം. എന്താ അമ്മ പോരെ? മതിയടാ, അത് മതി.